പാലക്കാട് ധോണിയിൽ പുലി ഇറങ്ങിയതായി ഒരു സംശയമുണ്ട്. ചേറ്റിൽ വെട്ടിയ ഭഗവതി ക്ഷേത്രത്തിനു സമീപം പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണെങ്കിലും RRT സംഘം എത്തി അവിടെ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഗോകുൽ VS ചേർന്നുകൊണ്ട് നമുക്കിപ്പം ഗോകുൽ, വയനാട് വാകേരിയിലെ ഈ കടുവഭീതി അത് നിലനിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി 6-7 ദിവസമായിട്ട് ഈ കടുവയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ പാലക്കാട് ധോണിയിൽ പുലി ഇറങ്ങിയതായുള്ളൊരു സംശയം വരുന്നതും. അപ്പോൾ എന്തൊക്കെയാണ് പുലി ഇറങ്ങിയെന്ന കാര്യം ഉറപ്പാണോ? കാൽപ്പാടുകളൊക്കെ കണ്ടു, ഈ അന്വേഷണ പരിശോധനാ സംഘം അവിടെ എത്തി മടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നിലവിൽ എന്താണ് അവസ്ഥ? സാധാരണ ധോണിയിൽ നമ്മൾ വാർത്ത പങ്കുവയ്ക്കാറ് ആന ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട, പക്ഷെ എന്നാൽ ഇത്തവണ പുലി ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണുള്ളത്. ഷംസുദ്ദീൻ്റെ, ഈ ധോണിയിലുള്ള ഷംസുദ്ദീൻ്റെ വീടിൻ്റെ പരിസരത്താണ് പുലി ഉള്ളത്. ഇവിടെ പുലി വന്നു പോയതിൻ്റെ കാൽപ്പാടുകളുണ്ട്. RRT സംഘം അടക്കം ഇവിടെ എത്തി ഈ സംഭവങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിച്ചു. ഏകദേശം പുലർച്ചെ ഒരു 4 മണിക്കാണ് ഉണ്ടായത്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഒരു നായയെ കാണാനില്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. പുലിയാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ ഒരു സംശയത്തിലാണ് ഉള്ളത്. RRT സംഘം ഇത് പുലിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ വനം വകുപ്പ് ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നില്ല. അത് ഒരു ചെറിയ ഘട്ട പരിശോധന കൂടി വേണം എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. ഏതായാലും ഷംസുദ്ദീൻ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താണ് ഉണ്ടായത് രാവിലെ? ഈ പുലർച്ചെ 4 മണിയോട് കൂടിയിട്ട് നായി നല്ല രീതിക്ക് കുരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ, രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ നായിനെ നോക്കിയപ്പോൾ കാണാനില്ല. അങ്ങനെ ഞാൻ കുറേ നേരമൊക്കെ തിരഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ നായിനെ തിരഞ്ഞു നോക്കി വന്നപ്പോഴാണ് ഈ പുലിയുടെ ഈ കാൽപ്പാട് കാണാനിടയായത്. അപ്പോൾ തന്നെ ഞാൻ RRTയെ വിളിച്ചു വരുത്തി. RRT വന്ന് നോക്കി. എന്നിട്ട് പുലർച്ചെ 4 മണിക്ക് അപ്പോൾ RRT പറഞ്ഞു ഇത് കടുവയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കടുവയല്ല, ഇത് പുലിയുടെ കാൽപ്പാടാണെന്ന് അവർ ഉറപ്പിച്ചു. അത് മാത്രമല്ല, നായിനെ കാണാനില്ലെന്ന് അറിയുന്നുണ്ടോ, നായിനെ കടിച്ചു വലിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടോ, ആ ചേമ്പിന്റെ ഇലയൊക്കെ ഇതായി കിടക്കണം. ഇതിൽ നായിനെ കടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പുലി. അപ്പോൾ അത് ചേട്ടൻ കണ്ടോ? പുലി നേരിട്ട് കണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഈ കാൽപ്പാടും ഈ കടിച്ചിങ്ങനെ വലിച്ചിട്ട് കൊണ്ടുപോയ ഈ പാടും തന്നെയാണുള്ളത്. ഏകദേശം RRT ചെയ്ത പുലിയാണെന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിനു മുൻപ് പുലി ഇറങ്ങിയിട്ടുണ്ടോ ഈ പ്രദേശത്ത്? നമ്മുടെ ഈ ഭാഗത്ത് വന്നിട്ടില്ല. സാധാരണ ആനയൊക്കെയാണ് അല്ലെ? ആന PT7 ആയിരുന്നു നേരത്തെ നമ്മുടെ ഇവിടെ ആന. കാട്ടാനകളൊക്കെ ഇടയ്ക്ക് വരും പോവുകയൊക്കെ ചെയ്യും. പക്ഷെ പുലി ഇത് ആദ്യമായിട്ടാണ് വരും ചെയ്ത് നായിനെയും പിടിച്ചിട്ട് പോയി. ഇത് ഈ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പുലി ഇവിടെ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. സാധാരണ ഇവിടെ ആനയാണ് ഇറങ്ങാറ്. ഇതിനു മുൻപ് നമ്മൾ ഈ PT7 വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ഒരു ഇടയ്ക്ക് സ്ഥിരം നമ്മൾ ഈ പ്രദേശത്ത് തന്നെ നമ്മൾ ആന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഈ പ്രദേശത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്ഥിരം ഇവിടെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ പുലി ഇറങ്ങിയത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നായ്ക്കുട്ടിയെ കൂടി പുലി കൊണ്ടുപോയി എന്നുള്ളൊരു സംശയത്തിലാണ്. അതിനെ ഇന്ന് പുലർച്ചെ മുതൽ ആ നായയെ കാണാനില്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്.